ഹോമിയോപ്പതി വൈദ്യശാസ്ത്രം 1790 ജർമ്മൻ ഡോക്ടറായ ഡോക്ടർ സാമുവൽ ഹനുമാൻ കണ്ടെത്തിയ പുതിയ ചികിത്സാശാസ്ത്രമാണ് ഹോമിയോപ്പതി. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ലോകത്തിലെ മികച്ച ജനകീയ ചികിത്സാ സമ്പ്രദായമായി മാറാൻ ഹോമിയോപ്പതിക്കായിട്ടുണ്ട്. ലോകവ്യാപകമായി ഈ ചികിത്സയെ ആശ്രയിക്കുന്ന രോഗികളുടെ എണ്ണം അത് വ്യക്തമാക്കുന്നു. ഹോമിയോപ്പതി ചികിത്സ ശാസ്ത്രീയവും തത്വാധിഷ്ഠിതവും ആണ്. ഈ ചികിത്സാ സമ്പ്രദായം പ്രകൃതിയുടെ നിയമങ്ങളാൽ ബന്ധിതമായതും സമേന ശാന്തി എന്ന തത്വത്തിൽ അധിഷ്ഠിതവുമാണ്. ഇതര വൈദ്യശാസ്ത്ര ശാഖകളിൽ നിന്നും ഹോമിയോപ്പതി വൈദ്യശാസ്ത്രത്തെ വ്യത്യസ്തമാക്കുന്നത് രോഗികളോടുള്ള അതിൻ്റെ സമീപനമാണ്. ഒരു വ്യക്തിയുടെ ശാരീരിക, മാനസിക, വൈകാരിക സവിശേഷതകളെയും രോഗലക്ഷണങ്ങളെയും പരിഗണിച്ചാണ് ഹോമിയോപ്പതിയിൽ ചികിത്സ നിർണയിക്കുന്നത്. ചെലവ് കുറഞ്ഞ രീതിയിൽ പാർശ്വഫല രഹിതമായ ചികിത്സ നൽകുന്ന ഹോമിയോപ്പതി മനുഷ്യർക്ക് മാത്രമല്ല, മൃഗങ്ങൾ, സസ്യങ്ങൾ തുടങ്ങി എല്ലാ ജീവജാലങ്ങൾക്കും ഫലപ്രദമാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. രോഗങ്ങൾ മാത്രമല്ല, രോഗാതുരതയും ഉന്മൂലനം ചെയ്യാൻ സാധിക്കുന്നു എന്നതും ഹോമിയോപ്പതിയുടെ മാത്രം സവിശേഷതയാണ്. പകർച്ചവ്യാധികൾ, ജീവിതചര്യയിലെ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന അസുഖങ്ങൾ, മറ്റ് പൊതു ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സയും പ്രതിരോധ മരുന്നും ഹോമിയോപ്പതിയിൽ ലഭ്യമാണ്. ഡോക്ടർ സാമുവൽ ഹനുമാൻ 1755 ഏപ്രിൽ 10 ജർമ്മനിയിലെ മേസൺ പട്ടണത്തിലാണ് ഡോക്ടർ സാമുവൽ ഹനുമാൻ ജനിച്ചത്. ക്രിസ്റ്റ്യൻ ഗോട്ട്ഫ്രെഡ് ഹനുമാൻ്റെയും ജോഹാന ക്രിസ്റ്റീന സ്പെൻസിൻ്റെയും നാലാമത്തെ കുട്ടിയായിട്ടാണ് ക്രിസ്റ്റ്യൻ ഫെഡറിക് സാമുവൽ ഹനുമാൻ ജനിച്ചത്. 1779 എർലംഗൻ സർവകലാശാലയിൽ നിന്നുമാണ് അദ്ദേഹം മെഡിക്കൽ ബിരുദം നേടിയത്. 1779 തന്നെ ഹെഡ്സെറ്റ് ടൗണിൽ അലോപ്പതി വൈദ്യശാസ്ത്ര ചികിത്സ അദ്ദേഹം തുടങ്ങി. 1782 ജോഹാന ലിയോപോൾഡിനെ വിവാഹം കഴിച്ചു. ഹനുമാൻ അക്കാലത്ത് നിലനിന്നിരുന്ന അലോപ്പതി വൈദ്യശാസ്ത്ര രീതിയിൽ അസന്തുഷ്ടനായിരുന്നു. വിവിധ ഭാഷകളിൽ പ്രാവീണ്യം നേടിയിരുന്ന അദ്ദേഹം വൈദ്യപുസ്തകങ്ങൾ തർജ്ജമ ചെയ്യുന്ന ജോലിയിൽ പ്രവർത്തനപഥം മാറ്റി. അങ്ങനെ 1790 വില്യം കള്ളൻ എന്നയാൾ തയ്യാറാക്കിയ മരുന്നുകളെക്കുറിച്ച് വിവരിക്കുന്ന മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകം തർജ്ജമ ചെയ്യുമ്പോൾ മലേറിയയ്ക്ക് ഉപയോഗിക്കുന്ന സിങ്കോണ എന്ന മരുന്നിൻ്റെ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. സിങ്കോണ എന്ന മരുന്നിൻ്റെ കയ്പ് രസമാണ് മലേറിയ രോഗം ഉണ്ടാക്കാൻ കാരണമാകുന്നതെന്ന ആശയത്തോട് ഹനുമാന് യോജിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയെങ്കിൽ കയ്പ് രസമുള്ള പല പദാർത്ഥങ്ങൾക്കും മലേറിയ എന്ന അസുഖം സുഖപ്പെടുത്താൻ സാധിക്കേണ്ടതല്ലേ എന്ന സംശയം അദ്ദേഹത്തിന് ഉണ്ടായി. തുടർന്ന് സിങ്കോണ എന്ന മരുന്ന് സ്വയം സേവിക്കുകയും തൽഫലമായി മലേറിയയ്ക്ക് സമാനമായ ലക്ഷണങ്ങൾ അദ്ദേഹത്തിന് അനുഭവപ്പെടുകയും ചെയ്തു. ഇതേ പരീക്ഷണം തൻ്റെ കുടുംബാംഗങ്ങളിലും ആവർത്തിച്ചപ്പോൾ എല്ലാവരിലും ഇതേ ഫലം ഉളവാക്കി. ഈ പരീക്ഷണത്തിലൂടെ സിങ്കോണയുടെ കയ്പ് രസം അല്ല, മറിച്ച് ആരോഗ്യവാനായ ഒരാളിൽ മലേറിയയ്ക്ക് സമാനമായ ലക്ഷണങ്ങൾ സൃഷ്ടിക്കാനുമുള്ള സിങ്കോണയുടെ കഴിവാണ് യഥാർത്ഥ ഔഷധഗുണത്തിൻ്റെ നിദാനം എന്ന നിഗമനത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നു. തുടർന്നുള്ള വർഷങ്ങളിൽ ഈ പരീക്ഷണം നിരവധി തവണ സുഹൃത്തുക്കളിലും ബന്ധുക്കളിലും ആവർത്തിച്ച് തെളിയിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ 1796 തൻ്റെ നിഗമനങ്ങൾ അക്കാലത്തെ പ്രശസ്ത ആരോഗ്യ മാസികയിൽ പ്രസിദ്ധീകരിച്ചു. സദൃശ്യത്തെ സുഖപ്പെടുത്തുന്നു എന്ന ചികിത്സാ തത്വത്തെ അടിസ്ഥാനമാക്കി ഹോമിയോപ്പതി വൈദ്യശാസ്ത്രം രൂപം നൽകി. ജീവിതത്തിൻ്റെ സുപ്രധാന കാലഘട്ടങ്ങളിൽ നേരിട്ട കടുത്ത എതിർപ്പുകൾ അദ്ദേഹത്തെ കൂടുതൽ കരുത്തനാക്കി. ധാരാളം അറിവ് സമ്പാദിക്കാൻ അതുമൂലം അദ്ദേഹം ശ്രമിച്ചു. ഹോമിയോപ്പതി മരുന്നുകളുടെ വിവരണം അടങ്ങിയ ആദ്യത്തെ മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകം 1805 അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. 1810 ഹോമിയോപ്പതിയുടെ അടിസ്ഥാന തത്വങ്ങളെ അടങ്ങിയ ഓർഗനോൺ ഓഫ് മെഡിസിൻ എന്ന ഗ്രന്ഥവും അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. 1730
ഹനുമാൻ്റെ ആദ്യ ഭാര്യ ജൊഹാന അന്തരിച്ചു. 1835 ഹനുമാൻ മേരി മെലാനിയെ വിവാഹം കഴിച്ചു. ഹോമിയോപ്പതി വൈദ്യശാസ്ത്രത്തിന് രൂപം നൽകുകയും ജനോപകാരപ്രദമായി ജീവിതകാലം മുഴുവൻ വിനിയോഗിക്കുകയും ചെയ്ത അദ്ദേഹം 1843 ജൂലൈ 2 പാരീസിൽ വച്ച് നിര്യാതനായി. ഹോമിയോപ്പതി ലോകരാജ്യങ്ങളിൽ. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ലോകത്ത് കൂടുതൽ പ്രചാരമുള്ള ഒരു പ്രമുഖ വൈദ്യശാസ്ത്രമാണ് ഹോമിയോപ്പതി. 2019 WHO ഗ്ലോബൽ റിപ്പോർട്ട് ഓഫ് ട്രഡീഷണൽ ആൻഡ് കോംപ്ലിമെൻ്ററി മെഡിസിൻ്റെ കണക്കനുസരിച്ച് ആകെയുള്ള 170 രാജ്യങ്ങളിൽ സർവേ നടത്തിയ 120 രാജ്യങ്ങളിൽ 100ലും ഹോമിയോപ്പതി ഒരു പ്രധാന വൈദ്യശാസ്ത്രമായി അംഗീകരിച്ചിട്ടുണ്ട്. യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, മെഡിറ്ററേനിയൻ മേഖല ഇവിടെയുള്ള ഉൾപ്പെടുന്ന എല്ലാ രാജ്യങ്ങളിലും തന്നെ ഹോമിയോപ്പതിയെ ഒരു പ്രധാനമായ വൈദ്യശാസ്ത്രമായി അംഗീകരിച്ചിട്ടുണ്ട്. ഇന്ത്യ കഴിഞ്ഞാൽ ലോകത്ത് ഹോമിയോപ്പതിക്ക് ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള രാജ്യം ഫ്രാൻസാണ്. ഹോമിയോപ്പതി വൈദ്യശാസ്ത്രം ഇന്ത്യയിൽ. ഹോമിയോപ്പതി വൈദ്യശാസ്ത്രം ആദ്യമായി ഇന്ത്യയിൽ പ്രയോഗത്തിൽ വരുന്നത് 1839 ജോൺ മാർട്ടിൻ ഹോണിബർഗർ എന്ന വിദേശി പഞ്ചാബിലെ രാജാവായ മഹാരാജ രഞ്ജിത് സിംഗിനെ ചികിത്സിച്ചതോടെയാണ്. ഡോക്ടർമാരായ മഹേന്ദ്രലാൽ സർക്കാർ, PC മജുംദാർ തുടങ്ങിയ അലോപ്പതിയിൽ പ്രവർത്തിച്ചിരുന്ന ഡോക്ടർമാർ ഹോമിയോപ്പതിയിൽ ആകൃഷ്ടരാകുകയും ഈ ചികിത്സ ബംഗാളിൽ വ്യാപിപ്പിക്കുകയും ചെയ്തു. 1885 ആദ്യത്തെ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് ബംഗാളിൽ നിലവിൽ വന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന പാദത്തിൽ ക്രിസ്ത്യൻ മിഷണറിമാരിൽ ഏറ്റവും പ്രമുഖനായി ഫാദർ അഗസ്റ്റിൻ മുള്ളർ ഹോമിയോപ്പതി ചികിത്സയെ കേരളത്തിലും ഇന്ത്യയിലും ഒരുപോലെ കൊണ്ടുവന്നു. ഹോമിയോപ്പതി കേരളത്തിൽ. 1920 തെക്കൻ തിരുവിതാംകൂറിൽ പടർന്നുപിടിച്ച കോളറ രോഗം നിയന്ത്രിക്കുന്നതിൽ ഹോമിയോപ്പതി വൈദ്യശാസ്ത്രം നൽകിയ സംഭാവന ഇതിൻ്റെ പ്രചാരം വർദ്ധിക്കുന്നതിന് കാരണമായി. 1928 ഡോക്ടർ MN പിള്ള അവതരിപ്പിച്ച പ്രമേയം ശ്രീമൂലം അസംബ്ലി അംഗീകരിച്ചതോടെ ഹോമിയോപ്പതി ചികിത്സ നമ്മുടെ നാട്ടിൽ അംഗീകാരമുള്ള ഒരു ചികിത്സാ രീതിയായി മാറി. ശ്രീ EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ നിലവിൽ വന്ന കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മന്ത്രിസഭയുടെ കീഴിൽ 1958 കേരളത്തിൻ്റെ സർക്കാർ തലത്തിലുള്ള ആദ്യ ഹോമിയോപ്പതി ഡിസ്പെൻസറി തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിൽ ആരംഭിച്ചു. ഇന്ത്യയിലെ തന്നെ സർക്കാർ തലത്തിൽ ആരംഭിച്ച ആദ്യത്തെ ഹോമിയോപ്പതി ഡിസ്പെൻസറി ഇതാണ്.